ലോകത്തെ ഏറ്റവും അടച്ചുപൂട്ടപ്പെട്ട രാജ്യങ്ങളിലൊന്നായ ഉത്തര കൊറിയയിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ എപ്പോഴും അന്താരാഷ്ട്ര സമൂഹത്തെ അത്ഭുതപ്പെടുത്താറുണ്ട്. ഏറ്റവും ഒടുവിലായി നടന്ന 15ാമത് സുപ്രീം പീപ്പിൾസ് അസംബ്ലി തിരഞ്ഞെടുപ്പ് ഫലവും ഇതിൽ നിന്നും വ്യത്യസ്തമല്ല. കിം ജോങ് ഉന്നിന്റെ നേതൃത്വത്തിൽ ഭരണകൂടം പോൾ ചെയ്ത വോട്ടുകളിൽ 99.97% നേടി വൻ വിജയം കൈവരിച്ചതായി ഔദ്യോഗിക വാർത്താ ഏജൻസിയായ KCNA റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ കേവലം ഒരു വിജയവാർത്ത എന്നതിലുപരി പതിറ്റാണ്ടുകൾക്ക് ശേഷം ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട എതിർപ്പുകൾ ഈ തിരഞ്ഞെടുപ്പിനെ ആഗോളതലത്തിൽ ചർച്ചാ വിഷയമാക്കിയിരിക്കുകയാണ്. ഉത്തര കൊറിയൻ ഭരണഘടനയനുസരിച്ച് 5 വർഷത്തിൽ ഒരിക്കലാണ് സുപ്രീം പീപ്പിൾസ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇത്തവണ 687 മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടന്നത്. ജനാധിപത്യ രാജ്യങ്ങളിൽ ഒന്നിലധികം സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ടാകുമെങ്കിലും ഉത്തര കൊറിയയിൽ ഓരോ മണ്ഡലത്തിലും ഭരണകക്ഷിയായ വർക്കേഴ്സ് പാർട്ടി ഓഫ് കൊറിയ നിശ്ചയിക്കുന്ന ഓരോ സ്ഥാനാർത്ഥി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ 687 സീറ്റുകളിലും ഭരണപക്ഷ സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. തൊഴിലാളികൾ, കർഷകർ, ബുദ്ധിജീവികൾ, സൈനികർ തുടങ്ങിയ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നുള്ള പ്രതിനിധികളാണ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. കിം ജോങ് ഉന്നിന്റെ അപ്രമാദിത്യം ഒരിക്കൽ കൂടി ഉറപ്പിക്കപ്പെട്ട ഈ തിരഞ്ഞെടുപ്പ് ഉത്തര കൊറിയൻ രാഷ്ട്രീയത്തിലെ കിം ഭരണകൂടത്തിന്റെ സ്വാധീനം എത്രത്തോളം ശക്തമാണെന്ന് അടിവരയിടുന്നു. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ലോകത്തെ ആകെ അമ്പരപ്പിച്ചത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട 0.07% എതിർവോട്ടുകളാണ്. 1957 ശേഷം ആദ്യമായാണ് ഒരു ഉത്തര കൊറിയൻ തിരഞ്ഞെടുപ്പിൽ വിയോജിപ്പുകൾ രേഖപ്പെടുത്തിയതായി സർക്കാർ ഔദ്യോഗികമായി സമ്മതിക്കുന്നത്. കിം ജോങ് ഉന്നിന്റെ സ്ഥാനാർത്ഥികളെ എതിർത്ത് വോട്ട് ചെയ്ത 0.07% പേർ ആരായിരിക്കും എന്നതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെയും രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിലെയും പ്രധാന ചർച്ച. തങ്ങളുടെ രാജ്യം പൂർണ്ണമായും ഏകാധിപത്യത്തിലല്ലെന്നും ജനങ്ങൾക്ക് വിയോജിക്കാനുള്ള അവകാശമുണ്ടെന്നും ലോകത്തിന് മുന്നിൽ കാണിക്കാനുള്ള ഒരു തന്ത്രപരമായ നീക്കമായാണ് നിരീക്ഷകർ ഇതിനെ കാണുന്നത്. വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിൽ അനുകൂലിക്കുന്നവർക്കും എതിർക്കുന്നവർക്കും വേണ്ടി പ്രത്യേക ബാലറ്റ് ബോക്സുകൾ സജ്ജീകരിച്ചിരുന്നു. എന്നാൽ കനത്ത സുരക്ഷാ നിരീക്ഷണമുള്ള സ്ഥലത്ത് എതിർ ബോക്സിൽ വോട്ടിടുക എന്നത് ജീവൻ പണയപ്പെടുത്തിയുള്ള കളിയാണ്. ചെറിയ തോതിലുള്ള വിയോജിപ്പുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിലൂടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ കൂടുതൽ യഥാർത്ഥമാണെന്ന് വരുത്തി തീർക്കാൻ കിം ഭരണകൂടം ശ്രമിക്കുന്നുണ്ടാകാം. മാർച്ച് 15 നടന്ന വോട്ടെടുപ്പിൽ രാജ്യത്തെ വോട്ടർമാരിൽ 99.99% പേരും പങ്കെടുത്തുവെന്നാണ് ഔദ്യോഗിക കണക്ക്. വിദേശത്തോ കടലിലോ ജോലി ചെയ്യുന്ന 0.0037% പേർക്ക് മാത്രമാണ് വോട്ട് ചെയ്യാൻ സാധിക്കാതെ വന്നത്. ഉത്തര കൊറിയയെ സംബന്ധിച്ചിടത്തോളം വോട്ട് ചെയ്യുക എന്നത് കേവലം ഒരു അവകാശമല്ല, മറിച്ച് നിർബന്ധിതമായ ഒരു കടമയാണ്. തിരഞ്ഞെടുപ്പ് ദിവസം ഒരു ഉത്സവ പ്രീതിയിലാണ് രാജ്യം ആഘോഷിച്ചത്. വോട്ടർമാർ പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിച്ചെത്തുകയും വോട്ട് ചെയ്ത ശേഷം നൃത്തം ചെയ്യുകയും പാട്ടുപാടി വിജയം ആഘോഷിക്കുകയും ചെയ്തു. ഭരണകൂടത്തോടുള്ള കൂറ് തെളിയിക്കാനുള്ള ഒരു വേദിയായാണ് ഈ തിരഞ്ഞെടുപ്പിനെ അവിടുത്തെ ജനങ്ങൾ കാണുന്നത്. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ ഉത്തര കൊറിയ വീണ്ടും തങ്ങളുടെ സൈനിക കരുത്ത് പ്രദർശിപ്പിച്ചു. ദക്ഷിണ കൊറിയയും അമേരിക്കയും ചേർന്ന് നടത്തുന്ന സംയുക്ത സൈനിക അഭ്യാസത്തിന് മറുപടിയായി 10ലധികം ബാലിസ്റ്റിക് മിസൈലുകളും റോക്കറ്റ് ലോഞ്ചറുകളുമാണ് കിം ജോങ് ഉൻ ജപ്പാൻ കടലിലേക്ക് തൊടുത്തുവിട്ടത്. തിരഞ്ഞെടുപ്പ് വിജയം ആഭ്യന്തരമായി അധികാരം ഉറപ്പിക്കുമ്പോൾ മിസൈൽ പരീക്ഷണങ്ങൾ പുറത്തുള്ള ശത്രുക്കൾക്ക് നൽകുന്ന മുന്നറിയിപ്പാണ്. രാജ്യം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും സൈനിക ശക്തിയിൽ വിട്ടുവീഴ്ചയില്ലെന്ന സന്ദേശമാണ് കിം ജോങ് ഉൻ നൽകുന്നത്. അദ്ദേഹത്തിന്റെ ഇരട്ടത്താപ്പ് നയം, അതായത് ആഭ്യന്തരമായി ജനാധിപത്യ നാട്യവും അന്താരാഷ്ട്ര തലത്തിൽ സൈനിക പ്രകോപനം ലോകരാജ്യങ്ങളെ കൂടുതൽ ജാഗരൂകരാക്കുന്നു. അമേരിക്കയും ദക്ഷിണ കൊറിയയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ തിരഞ്ഞെടുപ്പിന് ഒരു പരിഹാസ്യമായ ഷോ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ജനങ്ങൾക്ക് യഥാർത്ഥ തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം നൽകാത്ത ഇത്തരം പ്രക്രിയകളെ ജനാധിപത്യം എന്ന് വിളിക്കാനാവില്ലെന്ന് മനുഷ്യാവകാശ സംഘടനകളും ചൂണ്ടിക്കാട്ടുന്നു. എങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ചെറിയ ശതമാനം വിയോജിപ്പുകൾ വരാനിരിക്കുന്ന മാറ്റങ്ങളുടെ സൂചനയാണോ അതോ കിം ജോങ് ഉന്നിന്റെ മറ്റൊരു നാടകമാണോ എന്ന് വരും ദിവസങ്ങളിൽ മാത്രമേ വ്യക്തമാകൂ. കിം ജോങ് ഉൻ തന്റെ അധികാരം കൂടുതൽ ദൃഢമാക്കിയിരിക്കുകയാണ്. 99.97% എന്ന വമ്പിച്ച വിജയവും 0.07% എന്ന ധീരമായ വിയോജിപ്പും ഉത്തര കൊറിയൻ രാഷ്ട്രീയത്തിൽ പുതിയൊരു അധ്യായത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. കിമ്മിനെതിരെ വോട്ട് ചെയ്തവർ ആരായാലും അത്തരമൊരു വിയോജിപ്പ് ഔദ്യോഗികമായി രേഖപ്പെടുത്തപ്പെട്ടു എന്നത് ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്കും തുടക്കമിട്ടിട്ടുണ്ട്. ഉപരോധങ്ങളും സാമ്പത്തിക തളർച്ചയും നേരിടുന്ന ഉത്തര കൊറിയ വരും വർഷങ്ങളിൽ തങ്ങളുടെ നിലപാടുകളിൽ കൂടുതൽ കർക്കശമാകാതിരിക്കാൻ അന്താരാഷ്ട്ര സമൂഹം ജാഗ്രത പാലിക്കേണ്ടതുണ്ട്.